ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം കർത്താവിനോടുകൂടി സഞ്ചരിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും നമ്മളിന്ന് പഠിക്കുന്ന, ഇന്ന് വായിക്കുന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവിനോടുകൂടെ സഞ്ചരിക്കുന്നവർ 5 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വിശ്വാസം നമ്മൾക്കുണ്ടായിരിക്കണം. അധ്യായം 18. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവൻ ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ആഴ്ത്തിക്കളയുന്നത് അവന് നന്നാണ്. അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വിശ്വാസം, അന്ധമായി കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ കാര്യം പറയുകയല്ലേ, ആ വിശ്വാസം, ആ എളിമ, കാരണം അതല്ലാതെ കഴിവില്ല അതിന്. ആ ഒരു കർത്താവിനോട് യാത്ര ചെയ്യുന്നവർ ആ ഒരു മനോഭാവം ഉണ്ടാകട്ടെ. 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നഷ്ടപ്പെട്ടതിനെപ്പറ്റി ഒരു കൺസേൺ ഉണ്ടായിരിക്കണം, നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നവരെ പറ്റി. 7-ാം വാക്യം, ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്നത് ആവശ്യം തന്നെയെങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം. നിൻ്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. 2 കൈയും കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. നിൻ്റെ കണ്ണ് നിനക്കിടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അവയിലൊന്ന് തെറ്റി ഉഴന്നു പോയാൽ 99നെയും വിട്ട് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ഓർത്തോണം, ഒരു ആത്മാവും വിലയില്ലാത്തതല്ല. എല്ലാ വ്യക്തി ജീവിതങ്ങളും വിലയുള്ളതാണ്. സാധുവാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും കുഞ്ഞാണെങ്കിലും ആ വിനയം, ഒന്നാമതൊരു വിനയം കാണും. ഒന്ന് നഷ്ടപ്പെടുന്ന ഒരാളെപ്പറ്റി നമുക്കൊരു ഭാരമുണ്ടായിരിക്കണം. 3-ാമത്തെ ഇലിസ്ട്രേറ്റഡ് ദ ചർച്ച് ഡിസിപ്ലിൻ. 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരു ഡിസിപ്ലിൻ, ക്രിസ്ത്യൻ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. 15-ാം വാക്യത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവന് മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീ ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഈ കണക്കുണ്ടല്ലോ, 2-3 പേർ. ചില ആളുകൾക്കൊക്കെ ചോദിക്കാറുണ്ട്, മീറ്റിങ്ങിന് എത്ര പേര് കൂടും, എത്ര പേര് വരാറുണ്ട്. ചില പ്രസംഗകർ തന്നെ ചോദിക്കും എത്ര പേര് വരുമെന്ന്. അപ്പോൾ ആൾ കൂടുന്നതിലല്ല, അവർ തമ്മിലുള്ള ഐക്യമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. ഈ ഐക്യത്തിൻ്റെ ആത്മാവ് അത് നമുക്ക് നമ്മളോടൊരു ഐക്യം വേണം,
നമ്മുടെ ഭവനത്തിലുള്ളവരോട് ഐക്യം വേണം, നമ്മുടെ ഒരുമിച്ചുള്ളവരോടൊരു ഐക്യം വേണം. അങ്ങനെ സമൂഹത്തെ മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിർത്തുവാൻ സാധിക്കുന്നതാണ് സഭ. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അവിടെയാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നത്. 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ക്ഷമയെപ്പറ്റിയാണ് പറയുന്നത്. 21 വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായികയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും അടച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുകാരനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ, കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുപോളും അവനെ തടവിലാക്കി വെച്ചു. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്ന് പറയുന്നു. കർത്താവായ യേശു കർത്താവിനോടുകൂടി യാത്ര ചെയ്യുന്ന ഞാനും നിങ്ങളും ഈ വിശുദ്ധ ദിവസം ഈ 5 കാര്യങ്ങളെ പ്രമാണിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം, നമ്മുടെ വിനയവും നമ്മുടെ വിശ്വാസവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനെ പറ്റിയുള്ള ഭാരവും നമ്മളുടെ ഡിസിപ്ലിനും നമ്മളുടെ ക്ഷമയും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി മുന്നോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനത്താൽ ദൈവശക്തി പ്രാപിച്ച് മുന്നേറുവാൻ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ വിശുദ്ധ ദിവസം കർത്താവിനോടുകൂടി യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് ഈ കേട്ട വാക്യങ്ങൾ അനുഗ്രഹമാക്കി തീർക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. അപ്രകാരം നിൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.